അസൈൻമെൻറ്റും ചെയ്യണം, നല്ലോണം വിശക്കുന്നുണ്ട്, നന്നായിട്ട് എന്തെങ്കിലും കഴിക്കാനും തോന്നുന്നു. അപ്പം പിന്നെ ഓടിപ്പോയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം ഉണ്ടാക്കാമെന്ന് വെച്ചു, ചില്ലി ചിക്കൻ. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് വെള്ളം ഒഴിച്ച് കുരുമുളക് പൊടി, ഉപ്പ്, സോയ സോസ്, ഗ്രീൻ ചില്ലീസും ഗാർലിക്കും കൂടി ചേർത്ത് തിളപ്പിക്കാൻ വെച്ചു. വേറൊരു പാനിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് കുനുകുന അരിഞ്ഞ് ഗാർലിക്, സ്പ്രിംഗ് അണിയൻ, സവാള ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം പൊടിപൊടിയായിട്ട് അരിഞ്ഞ് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസും കൂടി ചേർത്തൊന്ന് സോട്ടേ ചെയ്ത് ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം ലാസ്റ്റ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം ഒന്ന് സൈഡിലേക്ക് ആക്കിയതിന് ശേഷം 2 മുട്ട പൊട്ടിച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. എന്നിട്ട് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ പുറത്തേക്ക് കുരുമുളക് പൊടി, ഉപ്പ്, സോയ സോസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടി അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ബാക്ക് ടു ചില്ലി ചിക്കൻ. വേറൊരു പാനിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് സ്പ്രിംഗ് അണിയൻ വഴറ്റി കൊടുത്തു. അതിലേക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും കൂടി ചേർത്ത് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഇനി സോസസ് ആയിട്ട് ഗ്രീൻ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഓയിസ്റ്റർ സോസും കൂടി ചേർത്തു. സോയ സോസ് ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചതിൽ ചേർത്തുകൊണ്ട് ഇതിൽ ചേർത്തിട്ടില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടി ചേർത്ത് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിക്കൻ ആവാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർക്കണം. എൻ്റെ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ട് മൈദ കുറുക്കി ചേർത്തു. അത് നല്ലതാട്ടോ, നല്ല കുറുകി ഗ്ലേസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ചില്ലി ചിക്കൻ റെസിപ്പി ഞാൻ ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നോക്കി ഉണ്ടാക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ അല്ലാണ്ട് വെക്കുന്ന ചില്ലി ചിക്കനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. അപ്പോൾ ആ ചില്ലി ചിക്കൻ റെസിപ്പിയായിട്ട് ഞാൻ വേഗം വരാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ പോയി അസൈൻമെൻറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരെ തോപ്പിച്ച് പെട്ടിയും കിടക്കെടുത്ത് വീട്ടിൽ പോകേണ്ടി വരും.